കേരളത്തിൽ MBBS, അതേപോലെ മെഡിക്കൽ അലൈഡ് കോഴ്സസ്, അതായത് BDS പോലുള്ള കോഴ്സസ്, അതുപോലെ ആർക്കിടെക്ചർ കോഴ്സുകൾക്കൊക്കെ കേരളത്തിൽ പരിഗണിക്കണമെങ്കിൽ കീം രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കീം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഒരു അവസരമുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാർ രജിസ്റ്റർ ചെയ്തപ്പോൾ എഞ്ചിനീയറിംഗ് മാത്രമായിരിക്കും, അല്ലെങ്കിൽ BPharm മാത്രമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ആർക്കിടെക്ചർ കോഴ്സോ മെഡിക്കൽ അലൈഡ് കോഴ്സോ ആഡ് ചെയ്യണമെങ്കിലും ഇപ്പൊ സമയമുണ്ട്. അപ്പൊ രണ്ട് കാര്യങ്ങൾക്ക് സമയം കൊടുത്തിട്ടുണ്ട്. ഒന്ന്, പുതിയ രജിസ്ട്രേഷനും പറ്റും. രണ്ട്, ഓൾറെഡി കീമിൽ രജിസ്റ്റർ ചെയ്ത ആൾക്ക് ഒരു അഡീഷണൽ കോഴ്സ് കൊടുക്കണമെങ്കിലും പറ്റും. ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. 2024 വന്ന, അല്ലെങ്കിൽ 2024 കീമിലെ ഫെസിലിറ്റി എന്തിനാണ്? ഫോർ ഫ്രഷ് ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് പുതിയതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം. അതേപോലെ ആഡ് കോഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. രണ്ട് കാര്യങ്ങൾ പറ്റും. റൈറ്റ്. ഏതിനൊക്കെയാണ്? BArcന് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, മെഡിക്കൽ കോഴ്സ് പറ്റും, മെഡിക്കൽ അലൈഡ് പറ്റും. അതായത് മെഡിക്കലും മെഡിക്കൽ അലൈഡും ഒന്നിച്ചിട്ടാണ്. MBBS, BDS, വെറ്റിനറി, ആയുർവേദം പോലുള്ളതെല്ലാം കൂടെ ചേർത്ത് മെഡിക്കൽ അലൈഡും BArcും. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി എഞ്ചിനീയറിംഗ് കൊടുത്തിരുന്നു, അല്ലെങ്കിൽ ഫാർമസി കൊടുത്തിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ കൊടുക്കാം, ഇതിലേതെങ്കിലും ഒന്ന് കൊടുക്കാം. ഓക്കെ. അപ്പൊ എഞ്ചിനീയറിംഗിന്റെ എക്സാമോ അല്ലെങ്കിൽ ഫാർമസിയുടെ എക്സാമോ ഒക്കെ കഴിഞ്ഞു പോയതുകൊണ്ട് അത് പോസിബിൾ അല്ല. പക്ഷെ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിൽ BArcന് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നാറ്റ ക്വാളിഫൈഡ് ആയിരിക്കണം, നാറ്റ എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവണം. മെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് ആണെങ്കിൽ നിങ്ങൾ നീറ്റും ക്വാളിഫൈഡ് ആവണം. റൈറ്റ്. ഇനി അത് എന്ന് വരെ പറ്റും? ജൂൺ 19-ാം തീയതി. ജൂൺ 19-ാം തീയതി വൈകിട്ട് 6 മണി വരെ നിങ്ങൾക്ക് അതിനുള്ള ഫെസിലിറ്റി ഉണ്ടാവും. അപ്പൊ അതിനുള്ളിൽ ഈ പ്രോഗ്രാം ചെയ്യണം. ഇനി അതിന്റെ പ്രൊസീജിയർ എന്താണ്? പ്രൊസീജിയർ ഈ രണ്ട് കൂട്ടരും c.kerala.gov.in എന്നുള്ള സൈറ്റിൽ കയറുക. എന്നിട്ട് കീം 2024 എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഈ സൈറ്റിൽ കയറുക, കീം 2024 ക്ലിക്ക് ചെയ്യുക. ഇവിടെ വരെ രണ്ടുപേർക്കും കോമൺ ആണ്. ഇനി പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർ എന്ത് ചെയ്യണം? ന്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുക. അതിന്റെ ഡീറ്റെയിൽ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ്. അത് ആ വീഡിയോ അവിടെ അവൈലബിൾ ആണ്. നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, നിങ്ങളുടെ അക്കാഡമിക് ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഡോക്യുമെന്റുകൾ ഒക്കെ കൊടുക്കുക, ഫീ പേയ്മെന്റ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക, പ്രിന്റ് ഔട്ട് എടുക്കുക. ഇത് ഫ്രഷ് രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്ക്. ഇനി കോഴ്സ് ആഡ് ചെയ്യുന്നവർ എന്താ ചെയ്യേണ്ടത്? കോഴ്സ് ആഡ് ചെയ്യുന്നവർ 2024 കീം എന്നുള്ള ലിങ്കിൽ കയറിയിട്ട് കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറുക. അതിൽ നിങ്ങൾ ആഡ് കോഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, ആഡ് കോഴ്സ് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ കോഴ്സ് ആഡ് ചെയ്യാവുന്നതാണ്. ഇതാണ് പ്രൊസീജിയർ. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഡോക്യുമെന്റ് വേണം എന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ അത് ഓൾറെഡി നമ്മൾ കീമിന്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ആദ്യ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആ വീഡിയോ കൂടി കാണാം. ഇനി രണ്ട്, അതേപോലെ തന്നെ ഫാർമസി ആഡ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി നടക്കാം. അതിന് ഓൾറെഡി എക്സാം കഴിഞ്ഞു പോയ സാധനങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് BArcോ അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡോ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിന് എൻഡിൽ ഞാൻ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതിയാവും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.